ജെയ്ക്സ് ബിജോയ് മലയാളത്തിൽ ഈ ഒരു തലമുറയിൽ ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ള മ്യൂസിഷ്യനാണ്. അദ്ദേഹത്തിന്റെ വർക്കുകൾ എടുത്ത് നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഏത് തലത്തിലേക്കും സഞ്ചരിച്ചുകൊണ്ട് ഗംഭീരമായ വർക്കുകൾ നൽകാൻ കഴിവുള്ള മ്യൂസിക് ഡയറക്ടറാണ് ജെയ്ക്സ് ബിജോയ്. ജെയ്ക്സ് ബിജോയ് ഒരു സിനിമയുടെ ഭാഗമായി എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. അതിപ്പോൾ പാട്ടുകളുടെ കാര്യത്തിലാണെങ്കിലും സ്കോറിന്റെ കാര്യത്തിലാണെങ്കിലും ഗംഭീരമായ വർക്ക് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളിൽ ലോകയാണെങ്കിലും തുടരുമാണെങ്കിലും രണ്ടും ജെയ്ക്സിന്റെ പീക്കായിട്ടുള്ള വർക്കായിരുന്നു. രണ്ടും വലിയ രീതിയിൽ തിയേറ്ററിൽ സക്സസ് ആയി. അതിലെ പാട്ടുകളാണെങ്കിലും സ്കോർ ആണെങ്കിലും വലിയ രീതിയിൽ കയ്യടി നേടുകയും ചെയ്തു. ഈ രണ്ട് സിനിമകളും മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളായി മാറി. ഈ രീതിയിൽ പ്രേക്ഷകർ അത് സ്വീകരിച്ചതിൽ ജെയ്ക്സിന്റെ വർക്കിന് വലിയ രീതിയിലുള്ള പങ്കുണ്ട്. പ്രത്യേകിച്ചും തുടരുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ തുടരുവിലെ പാട്ടാണെങ്കിലും അതുപോലെ സ്കോർ ആണെങ്കിലും ഒരു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും മലയാളത്തിൽ അത്തരത്തിലുള്ള വർക്ക് നമ്മൾ കണ്ടിട്ടില്ല. ആ രീതിയിലാണ് ജെയ്ക്സിന്റെ വർക്ക് സിനിമയിലെ പല സീനുകളെയും എലവേറ്റ് ചെയ്തിട്ടുള്ളത്. ലാലേട്ടന്റെ ഈ അടുത്ത് വന്ന സിനിമകളിൽ ഏറ്റവും മികച്ച ഗാനങ്ങളുള്ള സിനിമ കൂടിയായിരുന്നു തുടരും. അത് കഴിഞ്ഞാണ് ലോക തിയേറ്ററിൽ എത്തുന്നത്. ഒരുപക്ഷെ മലയാളത്തിൽ അത്രയേറെ ഗംഭീരമായിട്ടുള്ള വർക്കാണ് ലോകയിലൂടെ ജെയ്ക്സ് നമുക്ക് തന്നിട്ടുള്ളത്. തീർത്തും വ്യത്യസ്തമായ പ്രമേയം സംസാരിച്ച സിനിമയായിരുന്നു ലോക. അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണ് അതുപോലെ സ്കോറാണ് ജെയ്ക്സ് നൽകിയത്. ജെയ്ക്സ് അടുത്തതായി ചെയ്യാൻ പോകുന്ന സിനിമ ലാലേട്ടനൊപ്പമാണ്. തുടരും സിനിമയ്ക്ക് ശേഷം തരുൺമൂർത്തിയും ലാലേട്ടനും ഒരുമിക്കുന്ന സിനിമയിൽ ജെയ്ക്സ് തന്നെയാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. പാട്ടുകളാണെങ്കിലും സ്കോർ ആണെങ്കിലും ജെയ്ക്സ് തന്നെയാണ് ചെയ്യുന്നത്. അത് വലിയ പ്രതീക്ഷയാണ്. കാരണം തുടരും നൽകിയ ഒരു റിസൾട്ട് ഉണ്ട്. സോ അതിന്റെ മുകളിലുള്ള ഹൈപ്പ് വളരെ വലുതാണ്. ഇപ്പൊ ജെയ്ക്സ് വീണ്ടും ലാലേട്ടനൊപ്പം വരുമ്പോൾ മോഹൻലാൽ ആരാധകരും പ്രേക്ഷകരും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പൊ തരുൺമൂർത്തി മലയാളത്തിൽ ചെയ്ത സിനിമകളെല്ലാം മികച്ചതാക്കി മാറ്റിയ സംവിധായകനാണ്. അദ്ദേഹം വീണ്ടും ലാലേട്ടനൊപ്പം ചെയ്യുന്നു. ബാക്ക് ടു ബാക്ക് ലാലേട്ടനൊപ്പമാണ് പ്രോജക്ട്സ് വരുന്നത്. അപ്പൊ അതിൽ ജെയ്ക്സ് കൂടെ വരുമ്പോൾ ഒന്നുകൂടെ ഹൈപ്പ് കൂടുകയാണ്. L366 എന്തായാലും മലയാളത്തിൽ നിന്ന് ഈ വർഷം റിലീസ് ആവാനുള്ള ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ്. ലാലേട്ടൻ ഒരു ഇടവേളയ്ക്ക് ശേഷം പോലീസുകാരനായി സ്ക്രീനിൽ എത്തുന്ന സിനിമ കൂടെയാണ്. മീര ജാസ്മിനാണ് നായികയായി എത്തുന്നത്. ആഷിഖ് ഉസ്മാനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ മികച്ച നിരവധി സിനിമകൾ സമ്മാനിച്ചൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അവർ ആദ്യമായി ലാലേട്ടനൊപ്പം ഒരുമിക്കുകയാണ്. എന്തായാലും ജെയ്ക്സിന്റെ ആ ഒരു സിനിമയിലെ വർക്കിന് വേണ്ടി വലിയ ഒരു കാത്തിരിപ്പുണ്ട്. ജെയ്ക്സിന്റെ മ്യൂസിക്കിൽ വീണ്ടും ലാലേട്ടനെ സ്ക്രീനിൽ കാണാൻ വലിയ കൗതുകമാണ്. തുടരും സിനിമയിൽ ജെയ്ക്സിന്റെ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ ലാലേട്ടനെ നമ്മൾ സ്ക്രീനിൽ കണ്ടപ്പോൾ കിട്ടിയ ഒരു കിക്ക് ഉണ്ട്. അങ്ങനെ ഒന്ന് തന്നെയാണ് L366 പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ ഒരു രീതിയിൽ സിനിമ നന്നാവട്ടെ. ജെയ്ക്സിന്റെ വർക്കും ഗംഭീരമായി വരട്ടെ.